We are delighted to have Mr. Papachan here, former player, and currently he is in charge of the Kerala Reserve, India Reserve Battalion. Deputy Commander. Yeah, and he was given an award recently from it's called it's for the police Medal for Meritorious Services. President's Award. Congratulations, Thank sir. you. Thank you so much for joining us. Before we delve into what you do now, എങ്ങനെ ഫുട്ബോളോടൊരു താല്പര്യം വെച്ചു? ഫുട്ബോളിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പറപ്പൂരാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ആണ് അവിടേക്ക് വരുന്നത്. അന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു പള്ളി സ്കൂള്, അതിന് മറ്റേ ചെറിയൊരു മിറ്റം കളി. അപ്പോൾ അന്ന് ചെറുപ്പം മുതലേ അവിടെ കളിക്കുമായിരുന്നു, പന്ത് കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു കളിക്കാരനാവണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് കളിക്കണം, അല്ലെങ്കിൽ ജോലി കിട്ടണം, അങ്ങനെയൊന്നുമുള്ള മോഹമല്ല. വെറുതെ നമ്മൾ കളിക്കുക എന്നുള്ള ഒരു ഫീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുന്ന് 5ാം ക്ലാസ് കഴിഞ്ഞ് ഹൈസ്കൂളിൽ വന്നു. അപ്പോൾ ഗ്രൗണ്ട് മാറി, വീട് തന്നെയാണ്, പക്ഷേ ഗ്രൗണ്ട് വേറെ. ഹൈസ്കൂളിൽ വന്നപ്പോൾ ഒരു വർഷം തന്നെ 4ൽ നിന്ന് 5ലേക്ക് കഴിഞ്ഞപ്പോൾ പാവർട്ടി സ്കൂളിൽ തൊട്ടപ്പുറത്തുള്ളൊരു സ്കൂളുണ്ട്, കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ കുറച്ച് നല്ലതെന്ന് പറഞ്ഞിട്ട് ഫാദർ അവിടെ കൊണ്ടാക്കി ഒരു വർഷത്തേക്കല്ല, അവിടെ പഠിക്കാനും കൊണ്ടാക്കി. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാനവിടെ ഇതുപോലെ പന്ത് കളിക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ടീച്ചേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് അവിടെ അങ്ങനെ കളിക്കാനും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ആ വർഷം തന്നെ എന്നോട് പറഞ്ഞു, പാരൻസിനോട് പറഞ്ഞിട്ട് അവർ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ പറപ്പൂരിങ്ങനെ കൊണ്ടുവന്നു. പിന്നെ പറപ്പൂര് സ്കൂളിൽ കളിക്കും, ഗ്രൗണ്ട് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ അങ്ങനെ കളിക്കുമായിരുന്നു. അല്ലാണ്ട് ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങളവിടെ ഒരു സീനിയറായിട്ടൊരു കളിക്കാരുന്നത്, ക്യാച്ച് വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ആൾ കോളേജിലൊക്കെ സീനിയർ കളിക്കാരനായിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കളി കിട്ടിയില്ല. പക്ഷേ ആൾ ഞങ്ങളുടെ ഒരു ഗൈഡിൽ ഒരു ഗാർഡിയൻ നിലവിലേക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സബ് ജൂനിയർ റൂറൽ ഡിസ്ട്രിക്റ്റാണ് ആദ്യമായിട്ട് ഞാൻ കളിക്കുന്നത്. അന്ന് ഞാൻ 9ൽ പഠിക്കുമ്പോൾ അന്ന് തൃശ്ശൂർ വന്നിട്ട് ഒരു ട്രയൽസിന് പങ്കെടുത്തു. അത് കഴിഞ്ഞ് ആ കളി കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് 10th ആയപ്പോൾ പിന്നെ വീണ്ടും അതേ സെലക്ഷന് വിളിച്ചപ്പോൾ അന്നേരം ഈ മോഡൽ പരീക്ഷ ആയതുകൊണ്ട് അന്ന് സ്കൂളിൽ നിന്ന് അലോ ചെയ്തില്ല. SSLC കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ കോളേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ കേരളമ്മ കോളേജിലാണ് പിന്നീട് ഞാൻ എൻ്റെ പ്രീ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നൊരു MC രാധാകൃഷ്ണൻ സാറായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു മാഷ്. അങ്ങനെ ഫസ്റ്റ് ഇയർ നമ്മൾ അവിടെ സ്കൂളിൽ പോയി കോളേജിൽ അവിടെ പോയി കളിക്കും. കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയി, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷൻ ഇറങ്ങി. അപ്പോൾ ആ വർഷം എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ആദ്യത്തെ കൊല്ലം. അപ്പോൾ എൻ്റെ കോച്ച് അന്നത്തെ വിക്ടർ മഞ്ഞിലായിരുന്നു. വിക്ടർ മഞ്ഞിൽ സാറിൻ്റെ കീഴിലായിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് കളിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇയറും യൂണിവേഴ്സിറ്റി കളിച്ചു. അപ്പോഴേക്കും ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ ഒരു 85ൽ അവർ കഴിഞ്ഞ 2 വർഷത്തെ പെർഫോമൻസ് നോക്കിയിട്ട് എനിക്കും എൻ്റെ അവിടെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു CC അബൂബക്കർ എന്ന് പറഞ്ഞൊരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് സെലക്ഷൻ കിട്ടി. 85ൽ പട്ടിയാല ക്യാമ്പ് ഒരു 3 മാസം. അത് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി. അങ്ങനെ ചൈന യൂണിവേഴ്സിറ്റി ആയിട്ട് ഞങ്ങൾ ഡൽഹിയിൽ കളിച്ചു. അങ്ങനെ ആ കളി അപ്പോഴേക്കും കേരള പോലീസ് ടീം 84ൽ ഫോമായി. സ്പോർട്സ് കോട്ടയിലെ ആൾക്കാരെ ആദ്യമായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയി. ഞാൻ കൊടുത്തില്ല. ഞാൻ ആ വർഷം പോലീസ് ടീമിനോട് എനിക്ക് അത്ര കണ്ട ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നീട് യൂണിവേഴ്സിറ്റി കളിച്ച് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കളിച്ച് തിരിച്ചു വന്നപ്പോൾ വീണ്ടും എന്നെ ഡയറക്റ്റായിട്ട് ASC പോസ്റ്റിൽ എന്നെ ഇത് ചെയ്തു. ഞാൻ ആ വർഷം കേരള പോലീസ് ജോയിൻ ചെയ്തു. പിന്നെ ഉള്ള കരിയർ മുഴുവൻ കേരള പോലീസിലായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് 2 തരം പ്രാക്ടീസ് ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഡിസിപ്ലിൻ ചട്ടക്കൂടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ സത്യൻ ഉണ്ടായിരുന്നു, അപ്പോഴേക്കും തോബിയാസ് ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം കുരികേഷ് വന്നു, ചാക്ക വന്നു. പിന്നെ അവിടെ എല്ലാ കളിക്കാരും പിന്നെ വന്ന് 85-86 ആകുമ്പോഴേക്കും ടീമൊന്ന് സെറ്റായി. പിന്നെ കേരള പോലീസിലാണ് പിന്നെ കൂടുതലാണ് കളിച്ചത്. ആ സമയത്താണ് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളി കഴിഞ്ഞ് വന്ന് പിന്നെ പോലീസിൽ കയറി. പിന്നെ വന്നത് ഇന്ത്യൻ ടീം കേരള സ്റ്റേറ്റ് ടീമിന് വേണ്ടിയിട്ടാണ് ആദ്യം ജേഴ്സി അണിയുന്നത്. അത് കളിച്ചു 86ൽ. അത് കഴിഞ്ഞപ്പോഴേക്കും 87ൽ നെഹ്റു കപ്പ് വന്നപ്പോൾ അതിലും ടീമിൽ സെലക്ഷൻ കിട്ടി. പിന്നെ അവിടെ നിന്ന് നമ്മളെ ഓരോ മൂവ്മെൻറ്റും അങ്ങനെ ഇതായിട്ട് പോയി. കാരണം പിന്നെ അതിന് ശേഷം തുടർച്ചയായിട്ട് 8 വർഷം സന്തോഷ് ട്രോഫിയിലും 2 വർഷം നാഷണൽ ഗെയിംസും, അങ്ങനെ 10 വർഷം തന്നെ സ്റ്റേറ്റിന് വേണ്ടി ജേഴ്സി അണിയാൻ പറ്റി. ഇന്ത്യൻ ടീമിനും ഒരു 9-10 തവണ ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റി. അങ്ങനെ നമ്മളൊരു കരിയർ പിന്നെ അത് തിരിഞ്ഞു നോക്കാണ്ട് വന്നില്ല. കേരള കോളേജിൽ നിന്ന് വന്നതോടുകൂടി
കേരള പോലീസിൽ വന്നപ്പോഴേക്കും ഒരു സിസ്റ്റം മാറി. കാരണം റെഗുലർ പ്രാക്ടീസാണ്, 2 നേരം രാവിലെയും വൈകിട്ടും പ്രാക്ടീസ്, വേറെ നമുക്കൊന്നും നോക്കണ്ട. അത് കഴിഞ്ഞാൽ ടൂർണമെൻറ്റ് എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് 86-ലാണ് കേരള പോലീസ് ടീം ആദ്യത്തെ ട്രോഫി വിൻ ചെയ്യുന്നത്, കോട്ടയത്ത് വെച്ചുള്ള മാമൻ മാപ്പിള. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറേശ്ശെ മാറ്റം വന്ന് ഡൂറൻഡ് കപ്പ് കളിക്കും, DCM കളിക്കും. പിന്നെ എല്ലാ ടൂർണമെൻറ്റും, ഇന്ത്യയിലെ എല്ലാ മേജർ ടൂർണമെൻറ്റും നമുക്ക് കളിക്കും. പിന്നെ 90 ഫെഡറേഷൻ കപ്പിലാണ് നമ്മൾ കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് ജയിച്ചത്. പിന്നെ അതിനുശേഷം ഫെഡറേഷൻ കപ്പ് 2 കൊല്ലം വിൻ ചെയ്തു. സന്തോഷ് ട്രോഫി ഞാൻ 5 ഫൈനൽ കളിച്ചാലും 2 വിന്നേഴ്സായി, 3 റണ്ണറപ്പായി. നാഷണൽ ഗെയിംസിലും നമ്മൾ വിൻ ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പായിട്ട് കയറിപ്പോയി. പിന്നെയാണ് അങ്ങനെ ഒരു റെഗുലറായിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നത്. ഇപ്പോൾ നാഷണൽ ടീമിൽ കളിച്ചപ്പം അല്ലെ ഈ ക്ലബ് ലെവൽ കളിക്കുന്ന സമയത്ത് അന്നേരം ബിക്കോസ് യു സെഡ് ഇൻ ദ സ്റ്റാർട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ വിചാരിച്ചില്ല ക്ലബിന് വേണ്ടി കളിക്കുക, അതോ നാഷണൽ ടീമിന് കളിക്കണമെന്ന്. പക്ഷേ ക്ലബ് ലെവൽ വന്നപ്പം പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നാഷണൽ ടീമിന് വേണ്ടി കളിക്കണം. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് ഇതിൽ 86-ലാണ് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കളിക്കുന്നത്, സ്റ്റേറ്റ് ഇവിടെ ജബൽപൂർ കളിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ തന്നെ അപ്പോഴേക്കും ആ കളിയുടെ പെർഫോമൻസും മറ്റെല്ലാം കൂടിയിട്ട് എനിക്ക് ഇതുപോലെ ഒരു പിന്നെ അന്ന് PK ബാനർജി കോച്ചായിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു 3 സോണായിട്ട് തിരിച്ചിട്ട് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സൗത്ത് നമ്മുടെ ആന്ധ്ര, കർണാടക, തമിഴ്നാട് സോണിലേക്ക് ഞാൻ പോയി. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, സത്യൻ ഉണ്ടായിരുന്നു, ഷർഫിലി ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഡൽഹി സൈഡിൽ വേറൊരു സോണ്, കൽക്കട്ട സൈഡിൽ വേറെ സോണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ കളിക്കാരെ കണ്ടപ്പോൾ ഞാൻ സെലക്ഷൻ കിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. ആ കൊല്ലമാണ് ഇവർ ടൂർണമെൻറ്റ് പിന്നെ ഇവിടുത്തെ ഒരു ടൂർണമെൻറ്റ് നമ്മുടെ കണ്ണൂർ ശ്രീനാരായണ നാഗജിക്ക് വേണ്ടിയിട്ട് ഒരു കേരള 11 അവർ ഫോം ചെയ്തു. അപ്പോൾ എനിക്ക് ആ സെലക്ഷൻ കിട്ടി. അപ്പോൾ ഇവർക്കെതിരെ ഞാൻ പിന്നെ കളിച്ചു. കാര്യം അന്ന് ആ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പുറത്തായിരിക്കും കളിക്കുക. പക്ഷേ ഞാൻ അവിടെ പോകുന്നതുകൊണ്ട് കേരള 11 വേണ്ടി കളിക്കാൻ പറ്റി. അപ്പോൾ അതൊരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഞങ്ങളുടെ കേരള ടീമിൻ്റെ. അപ്പോഴാണ് 87 നാഷണൽ ഗെയിംസ് വന്നപ്പോൾ നെഹ്റു കപ്പ് വന്നപ്പോൾ എന്നെ ക്ഷണിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക്, പക്ഷേ 87 ഞാൻ സാഫ് ഗെയിംസ് കൽക്കട്ട കളിച്ചിരുന്നു. അന്ന് ഇന്ത്യൻ ടീം വിൻ ചെയ്തിരുന്നു. പക്ഷേ ആ ടീമിലുണ്ടായിരുന്നു ഞാൻ, സത്യനുണ്ടായിരുന്നു, ഷർഫിലി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, കളിക്കുന്ന പ്രതീക്ഷയില്ല, പക്ഷേ നമുക്കൊരു ചാൻസ് കിട്ടി. പിന്നെ അതിന് ശേഷം 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ഡൽഹിയിലത്തെ കൽക്കട്ട ക്ലബ്ബിൽ നിന്ന് ഓഫറുകൾ വന്നു, ഗോവ ക്ലബ്ബിൽ നിന്ന് ഓഫറുകൾ വന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ പോയില്ല, പക്ഷേ കേരളത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കളിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജേർണി ഫ്രോം ദ നാഷണൽ ടീമിൽ PK ബാനർജി സാറിനെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ബിക്കോസ് ഫോമർ പ്ലെയർ കുറച്ചും കൂടി ലെജൻഡാണ്. അവരുടെ രീതി നമ്മളെ ഒരു വേറെ എല്ലാത്തിനും ഇതിന് ഡിഫറെൻ്റ് ആണ്. ഓരോ കോച്ചസിനും സ്റ്റൈൽ വ്യത്യാസമുണ്ട്. പക്ഷേ പർപ്പസൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ അവർ ചെയ്യുന്ന വർക്ക് വ്യത്യാസം മാത്രം. എല്ലാത്തിൻ്റെ അവസാനം എന്താണ് കളിക്കുക, അല്ലെങ്കിൽ മാച്ച് ജയിക്കുക, അല്ലെങ്കിൽ ടൂർണമെൻറ്റ് വിൻ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസാണ്. അപ്പോൾ പലരുടെ ചെയ്യുന്ന രീതിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി വേറെ. പിന്നെ കൽക്കട്ടയിൽ തന്നെ ഒരുപാട് നൈമ് കോച്ച് ഉണ്ടായിരുന്നു, വേറെ 2 പേരുകളും പറഞ്ഞു. പിന്നെ ഫോറിൻ കോച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഫോറിൻ കോച്ചിൻ്റെ കുറേ ടീം കോച്ചസിൻ്റെ കീഴിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ രീതികൾ വേറെയാണ്. പക്ഷെ അവരുദ്ദേശിക്കുന്നത് മുഴുവൻ, പക്ഷേ വിദേശ കോച്ചുകൾ വരുമ്പോൾ മാത്രമേ ഒരു പവർ ഫുട്ബോളിൻ്റെ ഒരു ഫീൽഡിൽ ട്രെയിനിങ് ഉള്ളൂ. നമ്മുടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാലും 2 ഡിഫറെൻ്റാണ്. കാരണം പിന്നീട് ഞാൻ പോലീസിൽ ഉള്ളപ്പോൾ തന്നെ ജർമ്മനിയിൽ പോയിരുന്നു. ഒരു 98 കാലഘട്ടത്തിൽ ഞാൻ ജർമ്മനിയിൽ കളിക്കാൻ, സെക്കൻഡ് ഡിവിഷൻ കളിക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഈ പ്രാക്ടീസിൻ്റെ ഡിഫറൻസ് മനസ്സിലായത്. അവർ ചെയ്യുന്ന വർക്കിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ പവർ ഫുട്ബോളാണ്, പവർ ഗെയിം. നമ്മുടെ ഒരു സോഫ്റ്റ് ഫുട്ബോൾ പോലെ. അപ്പോൾ പ്രാക്ടീസിലും ആ വ്യത്യാസമുണ്ട്. ജർമ്മനിയുടെ ഒരു കോച്ച് അഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞ കോച്ച് ആദ്യം ഇവിടെ വന്നിരുന്നു നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിനായിട്ട്. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴും വേറെ രീതിയായിരുന്നു. പക്ഷെ ഞാൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ ജർമ്മനി പോയപ്പോൾ അവിടുത്തെ ബയർ മ്യൂണിക്കിൻ്റെ ഒരു കോച്ചുണ്ടായിരുന്നു, പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹമാണ് അയാൾ ഏജഡായി. അപ്പോൾ ഏജഡാകുമ്പോൾ പിന്നെ അവർ ക്ലബ്ബിൽ നിന്ന് മാറി വന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡിവിഷൻ കളിക്കുന്ന ടീമിൻ്റെ കോച്ചായിരുന്നു. അപ്പോഴാണ് ആ ഈ പവർ ഫുട്ബോളിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നി. കാരണം ഞാൻ ജർമ്മൻ ടീമിൻ്റെ ഒരു ഫാനായിരുന്നെങ്കിലും അവിടെ പോയിട്ട് ഇത് നേരിട്ട് കാണാനായിട്ട് 3 മാസം അവരുടെ കൂടെ ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഫീൽ വന്നപ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. അതുപോലെ നമ്മൾ പല കോച്ചിൻ്റെ കീഴിൽ വർക്ക് ചെയ്യും, അതൊക്കെ ഡിഫറെൻ്റാണ്. പക്ഷേ അവിടെ പോയപ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലായത്.
പിന്നെ ഈ കളിക്കുന്ന സമയത്ത് ഏതെങ്കിലും എന്താ പറയുക ഓൺ ഫീൽഡ് ബെസ്റ്റ് പ്ലെയർ അല്ലെ ഒരു ഫ്രണ്ട് അല്ലെ ഒരു ഏത് ഫെലോ പ്ലെയറുമായി കളിച്ച സമയത്ത് പ്ലേയിങ് കരിയറിൽ ഏറ്റവും ബെസ്റ്റായിട്ട് യു റേറ്റഡ് എനി പ്ലെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഓൺ ദ ഫീൽഡ് വിത്ത് യു? നമ്മളിപ്പോൾ കളിക്കുന്ന നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഒരു പ്ലേ മേക്കറാണ്. നമ്മൾ ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഉള്ള ആൾക്ക് സപ്പോർട്ട് ചെയ്ത് കളിക്കുകയാണ്. നമ്മൾ ഒരാൾക്ക് മാത്രമല്ല, നമ്മൾ പന്തെടുത്ത് പോകുന്ന സമയത്ത് ആരാണ് പന്തിൽ നിൽക്കുന്നത് അവരെ കൊടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് വാങ്ങിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ ഫീൽ അറിയുന്ന കളിക്കാരാണ് നമ്മുടെ ഓരോ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവരെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന വഴിക്ക് പോകുന്ന സമയത്ത് ഇന്ന വഴിക്ക് കിട്ടുന്നുള്ള അവർക്കറിയാം. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അതും എല്ലാ പോലീസിൻ്റെ എല്ലാ കളിക്കാരും ഇന്ത്യൻ ടീമിൽ അങ്ങനെ ഒരു പെയർ നമ്മൾക്ക് ഉണ്ടാക്കാനും അത് എല്ലാ സ്ഥലത്തും വരുന്നതാണ്. ഇപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിലെയും മോഹൻ ബഗാൻ്റെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ. പിന്നെ സാൽഗോപ്പർ, ഡംബോ, അവിടെ 2-3 പേര്, ബംഗാളിൽ നിന്ന് കൂടുതൽ ആൾക്കാർ. അപ്പോൾ ഇപ്പോഴും അവർ കളിക്കുമ്പോൾ അവരുടെ ഒരു ഫീലിലാണ് അവർ കളിക്കുക. പക്ഷെ കളിക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലാണ്. നമ്മൾ എന്താ പറയുക, നമുക്ക് സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇൻഡിവിജ്വൽ സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ മാച്ചിലും കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ ആളെ തന്നെ ഒരാളെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അയാളെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, അയാളെ കണ്ടില്ലെങ്കിൽ പിന്നെ അയാൾ ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ പിന്നെ അയ്യോ നമുക്ക് കളിക്കാൻ ആളില്ല ഫീൽ വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫീല് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. കാരണം എൻ്റെ കളിയുടെ ശൈലി അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈ എന്താ ഇത്രയും കേരള പോലീസ് ടീം ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം? അതൊരു കളക്ഷൻ ഓഫ് പ്ലെയേഴ്സ് ആയിരുന്നു? അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഇവര് 84 മുതൽ ടീം ഫോം ചെയ്തു. അപ്പോൾ അന്ന് കേരള പോലീസ് 0 ആയിരുന്നു, ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഓരോ വർഷം 2-3 വർഷത്തോളം ഫിൽറ്ററിങ് ഉണ്ടായിരുന്നു. ഫിൽറ്ററിങ് മീൻസ് ആ സമയത്ത് കളിക്കുന്ന കേരളത്തിൽ കളിക്കുന്ന ഏത് നല്ല പ്ലെയർ അപ്പം തന്നെ അപ്പോൾ അന്ന് MK ജോസഫ് സാറായിരുന്നു ഈ കേരള ടീമിൻ്റെ ഈ കേരള പോലീസിൻ്റെ DGP. അന്ന് അദ്ദേഹത്തിന് വേറൊരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് കേരള പോലീസിൽ ഭയങ്കരമായിട്ട് എല്ലാവരും വളരെ എഗെയിൻസ്റ്റ് ആയിട്ട് പോലീസ് ഹാർഷായിട്ട് പെരുമാറുന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും പോലീസിനോടൊരു ഇത് വന്നു. തങ്കമണി പ്രശ്നമൊക്കെ കേട്ട് അന്ന് ഞങ്ങൾ കേരള പോലീസ് കളിക്കാൻ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോംബെയിൽ അത് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് കല്ലേറിയായിരുന്നു സമയത്തൊക്കെ. അപ്പോൾ അദ്ദേഹം ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സ്പോർട്സായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ടീമൊക്കെ ഫോം ചെയ്തത്. അങ്ങനെ ടീം എടുത്തതിന് ശേഷം ഞങ്ങളുടെ ടീമിൻ്റെ സൂപ്പർവിഷൻ ചാർജായിട്ട് ഒരു അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അബ്ദുൽ കരീം സാർ. അദ്ദേഹത്തിനാണ് ഫുൾ ചാർജ് കൊടുത്തത്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളെല്ലാം മോണിറ്റർ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളെ ഇവിടുന്ന് എന്നെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ടീം എടുത്ത് 85-ൽ ഞാൻ കൽക്കട്ട ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കളി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കേരള പോലീസിൻ്റെ മാനേജർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് കാത്തു ഓടിപ്പോയി പേടിച്ചിട്ട്. കാരണം പോലീസ് കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ആകെ പേടിയായി, എന്തിനാണെന്നറിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് പാപ്പച്ചൻ്റെ ടീം, ഞാൻ പോലീസ് ടീമിൻ്റെ മാനേജറാണ്, ഞാൻ പാപ്പച്ചനെ ജോലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട്. അന്ന് അങ്ങനെയായിരുന്നു. നമ്മൾ നല്ല കളിക്കാരെ ഇന്നത്തെ പോലെ ട്രയൽസ് ഒന്നുമില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്ന കളിക്കാർ. അപ്പം അന്ന് എൻ്റെ കളി ലൈവായിട്ട് ദൂരദർശനം ഉണ്ടായിരുന്നു. അത് നേരിട്ട് എൻ്റെ വീട്ടിൽ വരികയാണ്. വന്ന് എന്നെ അന്ന് ഫാദർ അവിടെ വീട്ടിലില്ല. ഞാൻ പറഞ്ഞു ഫാദർ വന്നിട്ട് വരാം, ഞാൻ നാളെ വരാം, മറ്റന്നാൾ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കിന്ന് കേരള പോലീസിനോട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിലാവുന്ന ടൈറ്റാനിയം, KICB അങ്ങനത്തെ ടീമുകളാണ് അന്നത്തെ ഹൈലൈറ്റ്. ഞാൻ പ്രീമെറ്റേഴ്സിന് ടെസ്റ്റ് കളിച്ചപ്പോൾ അന്നും പ്രീമെറ്റേഴ്സ് ലാസ്റ്റ് മൊമെൻ്റാണ്. പക്ഷെ അന്നും പ്രീമെറ്റേഴ്സാണ് ശരിക്കും പുറത്തേക്ക് കേൾക്കുന്ന പേരുകൾ. പ്രീമെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അന്നൊരു തരംഗം അവസാനിച്ചിരിക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ ചെല്ലുന്നത്. പക്ഷെ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് മേടിച്ചില്ല, ഞങ്ങൾ വീണ്ടും. അപ്പോൾ അന്ന് ഇത് വന്നപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കളിക്കാരെ എടുത്തിട്ട് പിക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പ്രാക്ടീസ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫുൾ ഫ്രീഡം, ഒരുമിച്ച് താമസം, ഭക്ഷണം ഒരുമിച്ച്, രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ വണ്ടി, റെഗുലർ പ്രാക്ടീസ്. അന്ന് കോച്ചസ് ഉണ്ടായിരുന്നു അവിടെ, സ്ഥിരമായിട്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നു. അന്ന് ഞാനാണ് വലുത്, നീയാ വലുത് എന്നുള്ള ഫീലല്ല. എല്ലാവരും എന്ത് ചെയ്യുക, രാവിലെ പ്രാക്ടീസ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തിരിച്ചു വരിക. അങ്ങനെ കളിച്ച് അപ്പോൾ ഓരോ വർഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഇനി മറ്റേ ടീമിലെ കളിക്കാരുണ്ട്. ഇപ്പോൾ ടൈറ്റാനത്തിൽ നല്ല പ്ലെയർ ഉണ്ടോ, അവരെയും പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരും. ചില ആൾക്കാർ വരും, ചില ആൾക്കാർ അന്ന് പോലീസ് ടീം ഈ ഇതായിട്ടില്ലല്ലോ, ഫേമസ് ആവാത്തതുകൊണ്ട് പലരും അന്ന് വന്നില്ല. പിന്നീട് അവർ പറഞ്ഞു, അവർക്ക് പിന്നീടൊരു വിഷമമായി. കാരണം നമ്മളിങ്ങനെ പോയതോടുകൂടി അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടമായിപ്പോയി, ഞങ്ങൾ KSRTC നിന്ന് പോകുന്നിട്ട് ഇതിൽ വരുന്ന മതിയായിരുന്നു, ടൈറ്റാനിൽ നിന്ന് പോകാണ്ട് പോലീസിൽ വന്നാൽ മതിയായിരുന്നു, ഞങ്ങൾക്ക് നല്ല. പക്ഷെ അന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചു ടൈറ്റാനും ഇങ്ങനെ ഒന്നും, അല്ലെങ്കിൽ പിന്നെ KSRTC ഒക്കെ നല്ല ടീമായിരുന്നു, KICB ടീം. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയായിരുന്നു. ഞങ്ങളെല്ലാവരും ഓരോ പ്രായക്കാർ. ഞാനൊക്കെ അന്ന് പോലീസ് കയറും 20 വയസ്സ്, ഷർഫിലും ഒക്കെ ഏകദേശം ഞങ്ങളൊരേ ഇതിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരേ ഏജിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും. അപ്പോൾ 2 സീനിയർ കളിക്കാരുണ്ട്, പിന്നെ ജൂനിയർ കളിക്കാരുണ്ട്. അങ്ങനെ ഓരോ വർഷം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതിൽ
കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അതിൽ വേണ്ടപ്പെട്ട ആൾക്കാർ നല്ല കളിക്കാരൊക്കെ അവർ ഫിൽറ്ററിങ്ങിൽ നിന്നു, ബാക്കിയുള്ളവരൊക്കെ കൊഴിഞ്ഞു. അപ്പോൾ അവരെയൊക്കെ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡ്യൂട്ടിക്ക് തിരിച്ചയച്ചു. പിന്നെ ഞങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ടീം വന്നു. അപ്പോൾ സത്യൻ, കുറച്ചമ്പേക്ക് വിജയം വന്നു, പിന്നെ ഷാറപ്പലി, ചാക്കോ, തോബിയാസ്, മുരുകേഷ് മാത്യു, ബാബുരാജ്, അങ്ങനെ ഒരു രാജേന്ദ്രൻ, അങ്ങനെ ഒരു ടീം വന്നു, അലക്സ് അബ്രഹാം, പിന്നെ അങ്ങനെ ഒരു ടീം വന്നപ്പോഴേക്കും ഞങ്ങൾ ആദ്യത്തെ ടൂർണമെൻറ്റ് 86-ലാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് കുറേശ്ശെ കേരള പോലീസിനെ പിന്നെ അന്നൊക്കെ കൂടുതലും പത്രങ്ങളിലൂടെയാണ്, പത്രത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ന്യൂസിലുണ്ട്, പക്ഷേ അന്ന് ഇതുപോലത്തെ ലൈവ് ന്യൂസ് ചെറിയൊരു ഇത് കൊടുക്കുക, പക്ഷെ കൂടുതലും പത്രത്തിലാണ് ആൾക്കാർ വായിച്ചത്. അങ്ങനെ വന്ന് നമ്മൾ പിന്നെ പടിപടിയായിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റഡി ആയി. കാരണം ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ ഇതിൻ്റെ മെയിൻ, കളിച്ചൊരു എക്സ്പീരിയൻസ്. അങ്ങനെ വന്നിട്ട് പിന്നെ അപ്പോഴേക്കും കേരള പോലീസിൽ സന്തോഷ് ട്രോഫി കളിക്കുമ്പോൾ കേരള പോലീസിൽ നിന്ന് 5, 6, 7 പേരൊക്കെ വരുന്നത് സെറ്റ് ടീം. അതുപോലെ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഞങ്ങൾ 4 പേര് 5 പേര് എപ്പോഴും ഉണ്ടാവും കേരള പോലീസിൽ നിന്ന്. പിന്നെ ടൂർണമെൻറ്റുകളൊക്കെ നമ്മൾ ജയിക്കാൻ തുടങ്ങി. ഡൂറൻ കപ്പ്, ഡിസൈൻ കപ്പ് ഫൈനലെത്തി. കൊറിയനെ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ അടിച്ചു. പിന്നെ കൊറിയ സെക്കൻഡ് ടൈ ബ്രേക്കിൽ ഞങ്ങൾ തോൽക്കുന്നു. ഡൂറൻ കപ്പിൽ സെമിയിലെത്തുന്നു. അങ്ങനെ കൽക്കട്ട പിന്നെ സന്തോഷ് ട്രോഫിക്കും അന്ന് ഇമ്പോർട്ടൻസ് കൂടുതലായിരുന്നു, ഫെഡറേഷൻ കപ്പിനും അന്ന് ഇമ്പോർട്ടൻസ് കൂടുതലായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ പറഞ്ഞാൽ ഒളിമ്പിക്സും വേൾഡ് കപ്പും. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഗെയിംസും അല്ലെങ്കിൽ പിന്നെ സന്തോഷ് ട്രോഫിയൊക്കെ ആ ഇതിൽ പെടും. ഫെഡറേഷൻ ക്ലബ് ടൂർണമെൻറ്റ് നമ്മുടെ. അപ്പോൾ അങ്ങനെ ഈ 2 ടൂർണമെൻറ്റും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് കളിക്കുന്നവർക്കാണ് അന്ന് സ്റ്റേറ്റ് കളിച്ചവർക്കെന്നാണ് അവരെ സെലക്ടേഴ്സ് വന്നിട്ട് ഇന്ത്യൻ സെലക്ടേഴ്സ് വന്നിട്ട് അവർ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യൻ ടീമിലേക്ക് എടുക്കുക. ക്ലബ്ബ് അതിൽ നിന്നാണ് സന്തോഷ് ട്രോഫി കളിക്കുന്ന നല്ല പ്ലേയേഴ്സിനാണ് ക്ലബ്ബിലേക്ക് അവർ നോക്കുക. അന്ന് അത് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിൽ മോഹൻ ബഗാൻ്റെയും എല്ലാ ക്ലബിൻ്റെയും ഒഫീഷ്യൽസ് അവിടെ വന്നിരിക്കും കളി കാണാനായിട്ട്. ആരാണ് നല്ല ടാലൻറ്റ് കളിക്കുന്ന അവനെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ കളിച്ച് നമ്മളൊരു സെറ്റായി വന്നത് മാത്രമാണ്. ഈ കളിക്കുമ്പോഴേ ഉണ്ടായിരുന്നോ താല്പര്യം പിന്നെ ഗ്രോ ആയോ ഓഫീസർ ആവാൻ, അല്ലെ യു വർ പ്രിപ്പയർഡ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഒരു പ്രോപ്പർ ഓഫീസറായിട്ട്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച്. കാരണം നമ്മൾ 15 കൊല്ലത്തോളം ഞാൻ 85-ലാണ് കേരള പോലീസിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു 14 വർഷത്തോളം 97 കാലഘട്ടത്തിലാണ് ഞാൻ തിരിച്ച്. കാരണം അപ്പോൾ 34 വയസ്സൊക്കെ ആയി. ഞാൻ 20 വയസ്സിൽ കയറിയതാണ്, 34 വയസ്സായി. പിന്നെ അത്രയും വയസ്സിൽ ഇനി വേണമെങ്കിൽ തട്ടിപ്പിടി നിൽക്കാം, പക്ഷേ പിന്നെ കൂടെയുള്ളവരൊക്കെ പോയി. പിന്നൊക്കെ വേറൊരു ജനറേഷന് കൂടെ വരുന്നത്, ഒരു റോയ് റോജസ്, അബീബ്, ഹാൻസൺ, അങ്ങനെ ഒരു ടീമാണ് വരുന്നത്. അവരൊക്കെ നമ്മൾ വളരെ ഏജിനും വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഞാനാണ് എൻ്റെ ബാച്ചിൽ അവസാനം വരെ നിന്നത്. ബാക്കിയുള്ളവർക്ക് നേരത്തെ ഞാൻ 33-ാമത്തെ വയസ്സിലാണ് അവസാനം ഇന്ത്യ കളിക്കുന്നത്. മറ്റേ ക്യാപ്റ്റനായിട്ട് പിസ്റ്റോൾ ഫ്രീഡം കപ്പ് കളിക്കുന്നത് ശ്രീലങ്കയിൽ. ഇന്ന് എനിക്ക് 32-33 വയസ്സാണ്. പിന്നെ അത് ഇന്ത്യക്ക് കളിക്കാൻ സമയത്ത് ഇപ്പോൾ വൈഫും മോളും തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ അധികം ഞാൻ പോയില്ല. കാരണം ഞാൻ കളിക്കാൻ പോയി 4 ദിവസം വൈഫും മോളും ഒറ്റയ്ക്കായി. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്തു. കാരണം നമുക്ക് ഒരു അത്യാവശ്യം ബോധിക്കുമ്പോൾ കുറച്ച് കാലം കളിച്ചു. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്തിട്ട് അപ്പോൾ പിന്നെ നമ്മൾ എക്സെപ്ഷൻ നമ്മൾ പിന്നെ AC, ഞാൻ ആ സമയത്ത് DYSP റാങ്കിലാണ്. ഞാൻ AC ആയിട്ടാണ് പിന്നെ യൂണിഫോം അതിലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് നിന്നു. അതുവരെ ഞാൻ 1-2 ദിവസം ഡ്യൂട്ടി ചെയ്തെങ്കിലും ചാലയിലൊരു ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഇട്ടെങ്കിലും അത് ജസ്റ്റ് എടുത്തിട്ട് വെറുതെ ഒരു പേരിന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് 10-20 വർഷത്തോളം പിന്നെ യൂണിഫോം കിട്ടും. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ ഇൻറ്റേർണൽ ഇതൊക്കെ പഠിക്കാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ അതും ഗ്രാജുവലായിട്ട് നമ്മൾ പഠിച്ചെടുത്തു. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചെടുത്തു. ഇപ്പോൾ അണ്ടർ 17 വേൾഡ് കപ്പിലും സർ വാസ് ഓൺ ഡ്യൂട്ടി അല്ലായിരുന്നു? ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ ഞാൻ പോയില്ല. ഞാൻ ഇവരൊക്കെ ഉണ്ടായി വിളിച്ചത്. പക്ഷെ അന്ന് എൻ്റെ ഇവിടെ ഓഫീസിലത്തെ ഒരു ആവശ്യം കണ്ടപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ എനിക്ക് പോയില്ല. എന്നെ വിളിച്ചിരുന്നല്ലോ, ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ പോകാത്തതുകൊണ്ടാണ് അതിൽ ഇത് കിട്ടുന്നത്. ഇപ്പം പല റോൾസും ചെയ്തു. മുംബൈയിൽ ഇപ്പം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി നിന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഒരു കളിക്കാരൻ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വേറെ ഡിഫറെൻറ്റ് റോൾ തന്നെയാണ്. പക്ഷെ അത് ഞാൻ ഈ പറയാൻ കാര്യം ഞാൻ പിന്നെ നിയമസഭ പാർലമെൻറ്റ് ഇലക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തമിഴ്നാട്ടിൽ പോയി. അവിടെ നിന്ന് നേരെ പോയത് ഗോവയിലാണ്. ഗോവയിൽ പോയി അവിടെ ബ്രൂണോ കണ്ടു. അന്നൊക്കെ ഞങ്ങൾ കളിക്കാൻ പോകണമെന്ന് വെച്ചാൽ കളിക്കാരെന്നുള്ളതിലേക്കാണ് പോകണത്. ഇതൊരു ഒഫീഷ്യൽ ഡ്യൂട്ടിയിലാണ്, നമ്മളൊരു ഇതായിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബ്രൂണോനെ കണ്ടു. പിന്നെ അവിടെ പഴയ കളിക്കാരൊക്കെ ഞാൻ ഫോൺ ചെയ്തു. അപ്പോൾ അവരൊക്കെ അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഒരു ഇതുപോലെ ഞാൻ വന്നിട്ടെന്ന് അറിഞ്ഞിട്ട് ഒരു പത്രക്കാരൻ വന്ന് എൻ്റെ ആക്ഷൻ യൂണിഫോമിൽ ഫോട്ടോ കിട്ടിയപ്പോഴേക്കും അത് പിന്നെ മൊത്തം വൈറലായെന്ന് വെച്ചാൽ ഞാൻ ബോംബെ ചെന്നപ്പോഴും എനിക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടി. കാരണം ഞാനൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ താരം ഇങ്ങനെ ഡ്യൂട്ടിക്ക് ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ ചെന്നപ്പോഴും നെക്സ്റ്റ് ഡ്യൂട്ടി ബോംബെയിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി ഭയങ്കര എക്സ്പ്ലോഷനായി. കാരണം അത് ഹിന്ദുവിലൊക്കെ വന്നു റിപ്പോർട്ട്. അപ്പോൾ അതങ്ങനെ ഭയങ്കര ഇതായി ഗോവയിൽ നിന്നിട്ട് റിപ്പോർട്ട്. അപ്പോൾ അതൊരു
പിന്നെ അത് വേറെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീം കളിക്കാൻ പോകുന്ന പോലെയല്ല. ടീമിന് കിട്ടുന്ന റെസ്പെക്ട് വേറെ, ഒരു നമ്മൾ ഓഫീസർ എന്ന നിലയ്ക്ക് രണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ രീതിയിലാണ് പോവുക. പക്ഷേ യൂണിഫോം ഇടുമ്പോൾ നമുക്ക് അതേപോലെ പോകാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമുക്ക് അവിടെയായിട്ട് നമുക്കൊന്നും. അതുപോലെ ഞാൻ ഇലക്ഷൻ പോയപ്പോൾ ഗോവ ബീച്ചിൽ ഞങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് തൊട്ടടുത്താണ് ബീച്ച്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് രക്ഷയിലായിട്ട് നടക്കിങ്ങനെ ഞാനും എൻ്റെ പോലീസുകാരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഒരു വയസ്സായ ആൾക്കാർ, ഒരു മിഡിൽ ഏജ് ആൾക്കാർ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരാൾ തികയേണ്ട ഞങ്ങളോട് വെറുതെ ചോദിച്ചു, നിങ്ങൾ കൂടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കളിച്ചു. കളി കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ആൾ കളി നിർത്തിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ പന്ത് കളിക്കാറുണ്ടായിരുന്നോ? അപ്പോൾ ആ കളി നമ്മുടെ സ്റ്റൈല് കണ്ടപ്പോൾ തന്നെ അവർക്കറിയാം ഇത് ഒരു ഫുട്ബോളറാണ് എന്നൊരു ഫീൽ ചെയ്തത്. അയാൾ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ അയാളും ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു, കസ്റ്റംസിലുണ്ടായിരുന്നു, റിട്ടയർ ചെയ്തൊരു ദിവസം. അയാൾ എൻ്റെ പേരൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ എന്നെ ആളാണെന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ആണ് ഒരു പിന്നെ അവർക്ക് ഇതായി. അത് രണ്ട് ഡിഫറെൻ്റ് ആയി. ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നടക്കാം, സ്പോർട്സ് ആയിട്ട് നമ്മൾ എങ്ങനെയും നമുക്ക് എവിടെയും ഇറങ്ങി നടക്കാം. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇപ്പം ജസ്റ്റ് ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ്, വാട്ട് ഈസ് ഈ റോൾ എന്താണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, വാട്ട് ഈസ് ദ എക്സാക്ട് സാറിൻ്റെ റോൾ എന്താണ്? ഞാനിവിടെ പിന്നെ പ്രൊമോഷൻ കിട്ടിയിട്ട് ഡെപ്യൂട്ടി കമാൻഡറായിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഇവിടെ ക്വാർട്ടർ മാസ്റ്റർ പറയും, നമ്മുടെ പർച്ചേസിലായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് കാലം. നമ്മളിവിടെ വരുന്ന ഗവൺമെൻറ് തരുന്ന സാധനങ്ങളും അല്ലാതെ നമ്മൾ ഇവിടുന്ന് ലോക്കൽ സാധനം പർച്ചേസ് ചെയ്യുക, സാധനം വേണ്ടുന്ന മെറ്റീരിയൽ റിക്വയർമെൻറ്റ് വരുത്തുക, നമുക്ക് ആവശ്യമുള്ള കൊടുക്കുക. അപ്പോൾ വെപ്പൺസൊക്കെ നമുക്ക് തരാം, അത് കളക്ട് സ്റ്റോർ ചെയ്തിട്ട് അത് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഞാൻ അഡ്മിനിസ്ട്രേഷനായി. ഇപ്പോൾ ഞാൻ ഇവിടെ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഭരണ കാര്യങ്ങൾ, ഇവിടുത്തെ ഡ്യൂട്ടി മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. റീസെൻ്റ്ലി അവാർഡ് ജയിച്ചതിൻ്റെ ഇതിലും ആ ഒരു എക്സ്പ്ലനേഷൻ, ഒരു ചെറിയ ഇൻ ലിറ്റിൽ മോർ ബ്രീഫ് ഇഫ് യു ക്യാൻ സേ വാട്ട് ഈസ് ദി അവാർഡ് ആൻഡ് വാട്ട് ഇമ്പോർട്ടൻസ് ഡസ് ഇറ്റ് ഹോൾഡ്? അത് രണ്ട് ചിലപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചില അവാർഡുകൾ കിട്ടാതും പോയിട്ടുണ്ട്. അതേതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് വിഷമമുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച അവാർഡുകൾ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ചെയ്തില്ല, പോട്ടെ കാര്യം ഇനി ഇതാണ്. പക്ഷേ അതിനുശേഷം 20 കൊല്ലം ഞാനത് 15 കൊല്ലത്തിൽ ഫുട്ബോൾ കളിച്ച് കിട്ടിയ ഒരുപാട് അവാർഡുകളുണ്ട്. ഇത് ഞാൻ യൂണിഫോം ഇട്ടിട്ട് 20 കൊല്ലം. പക്ഷേ എനിക്ക് DGP ഒരു അവാർഡ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. DGP 2017 ആ ഒരു കമൻറ്റ് അസംബ്ലീസ് എന്ന് പറഞ്ഞൊരു അവാർഡ് സ്റ്റാർട്ട് ചെയ്തില്ല. അതിലെനിക്ക് ആ വർഷം എനിക്ക് എൻ്റെ യൂണിറ്റിൽ നിന്ന് സെലക്ട് ചെയ്തതിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടാതെ പോയ അവാർഡിനേക്കാളും വളരെ എന്താ പറയുക, ഒരു മികച്ചൊരു അവാർഡ് എന്ന് പറയാനായിട്ട് ഈ പ്രസിഡന്റിൻ്റെ ഗോൾഡ് മെഡലാണ്. പ്രസിഡന്റിൻ്റെ സുദീർഘമായ സേവനത്തിലുള്ള അവാർഡാണ്. കാരണം അത് പോലീസിനെ സംബന്ധിച്ചോളം കിട്ടുന്നതിൽ ഏറ്റവും വലിയ, ഇതിന് മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ മെഡലുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതാണ് എനിക്ക് കിട്ടുന്നത്. അതിന് ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് അതിനൊരു അവസരം ഒരുക്കുന്നത്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുമ്പോഴാണ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഞാൻ കൂടുതലും കേരള പോലീസ് അക്കാഡമിയിലുണ്ടായിരുന്നു. അവിടെ ട്രെയിനിങ് സെൻ്ററാണ് ശരിക്കും. ജനറൽ എക്സിക്യൂട്ടീവ്സിൻ്റെയും പിന്നെ വനിതകളുടെയും ഫോറസ്റ്റ്, എക്സൈസ്, സെൻട്രൽ എക്സൈസ്, AVMസിൻ്റെ, പിന്നെ പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ഇവിടേക്കൊക്കെ ട്രെയിനിങ് സെൻ്ററായിരുന്നു. അപ്പോൾ അവിടെ ആ ഓരോ ബാച്ചിൻ്റെ കൂടെയും ഞാൻ ഉണ്ടായിട്ടുണ്ട്. 10-24 ബാച്ചിൻ്റെ കൂടെയൊക്കെ ട്രെയിനിങ് ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് ഞാൻ ട്രെയിനിങ്ങിലേക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഫുട്ബോൾ പോലെ തന്നെ ട്രെയിനിങ്ങിൽ പഠിക്കാനായിട്ട് അത് പഠിച്ചു. അപ്പോൾ ഈ രണ്ടാണ്. പക്ഷേ ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കിട്ടാത്തതിൻ്റെ അവാർഡിനേക്കാളും വലിയൊരു പ്രൗഡായിട്ട് തോന്നുന്ന ഒരു അവാർഡാണ്. കാരണം സ്പോർട്സ്മാനാണ് നമ്മളിതിൽ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. അവർക്ക് തോന്നണമല്ലോ ഇത് ഇയാൾക്ക് ഡിസേർവ് ആണെന്നുള്ളത്. അപ്പം അങ്ങനെ കിട്ടിയ അവാർഡ്. മറ്റത് നമുക്ക് കിട്ടിയ അവാർഡുകളുണ്ട്, എന്നാൽ കിട്ടാതെ പോയ അവാർഡുകളുണ്ട്. പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനൊക്കെ മാച്ച് നിൽക്കുന്നതായിട്ട് ഒരു ഫീൽ ചെയ്ത് ഈ പോലീസ് പ്രസിഡന്റിൻ്റെ പോലീസ് മെഡലായിരുന്നു. കാരണം അത് എല്ലാവരും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും, കാരണം ഇവിടുത്തെ ലൈംഗിക ലിസ്റ്റിൽ നമ്മുടെ പേരും കൂടെ ഉൾപ്പെടുത്താനുള്ള അവർ. അപ്പോൾ നമ്മുടെ കരിയറൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റിനോടും ഒരു താങ്ക്സ് പറയണം. കാരണം അത്രയും നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്തതിന്. ഐ തിങ്ക് ഓവറോൾ എല്ലാ ഫീൽഡിലും സർ ഒരു ഡെഡിക്കേഷൻ ഫുൾ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഫുൾ മാർക്സ് എന്ന് പറയത്തില്ല, അങ്ങനെ അവാർഡ് ഡിസേർവിങ് ആയിട്ട് ഇപ്പോൾ നമുക്കും തോന്നും. ബിക്കോസ് ഹാവിങ് മെറ്റ് യു ആൻഡ് സ്പോക്കൺ ടു യു. ഫൈനലി ഒരു കൺക്ലൂഷൻ, ഇപ്പം യങ് പ്ലെയേഴ്സ് കുറേ ഉണ്ട്, രണ്ട് ക്ലബ്ബ്, പിന്നെയും ഒരു എന്താ പറയുക, കേരള ഈസ് ബാക്ക് ഇൻ ടു ഹാവിങ് മെനി ഫുട്ബോളേഴ്സ് ഫ്രോം ദ സ്റ്റേറ്റ്. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിരുന്നു, പക്ഷേ പിന്നെയും ഇപ്പം 4-5 പ്ലെയേഴ്സ് സ്റ്റാർ പ്ലെയറാണ്. 2-3 പേര് ഇന്ത്യക്ക് വേണ്ടിയും കളിക്കുന്നുണ്ട്.
എന്തായിരിക്കും ഒരു മെസ്സേജ് ഫോർ യങ് ഫുട്ബോളേഴ്സ്? ഇത് നമ്മൾ യങ് ഫുട്ബോളേഴ്സിനോടല്ല നമ്മൾ ഇത് കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം, അക്കാഡമിക് സിസ്റ്റം ഇപ്പോൾ കുറേ ഉണ്ട്. ഞങ്ങളുള്ള കാലത്ത് ഇത് അങ്ങനെയല്ല. നമ്മൾ നാടൻ ഫുട്ബോൾ കളിച്ചു വരുന്നു. നാടൻ ഫുട്ബോൾ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയോ ഗ്രൗണ്ടുള്ള അതിനെ ചുറ്റിപ്പറ്റി കളിക്കുന്നു, അങ്ങനെ വരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇപ്പോഴത്തെ ഈ യങ്സ്റ്റേഴ്സ് വരുന്ന കൂടുതലും ഒരു ഏജ് കഴിഞ്ഞാൽ ഇപ്പോൾ 10th മിക്ക കുട്ടികളും CBSE, ICSE അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും അക്കാഡമിക്സിൽ വരുന്നത്. കാരണം അവരാണ് കുറച്ചും കൂടി ഫൈനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ. അവർക്ക് മാത്രമേ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ കോച്ചിങ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, അത് ആർക്കും പങ്കെടുക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് കുറേ കളിക്കാരികൾ വരും. കാരണം നാച്ചുറൽ ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ കളിച്ച് കിട്ടുന്ന സ്കില്ലും നമ്മളൊരു റെഡിമെയ്ഡ് ഇതിൽ കിട്ടുന്ന സ്കില്ലും രണ്ടാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയായതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ കോസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്നും പൈസ വേണ്ട, നമുക്ക് സുഖമായിട്ട് കളിക്കാം. അന്ന് ഒരു ലീഡർഷിപ്പിൽ നമ്മളിങ്ങനെ പോകും. ഇന്ന് ഇതൊരു അക്കാഡമിക് സിസ്റ്റമായിട്ട് മാറി. അപ്പോൾ ഇതിൽ കുറേ കൂടിയും ഇതായി. പക്ഷേ അപ്പോൾ എന്തായി, ഈ പൈസ കൊടുത്ത് ക്യാമ്പിൽ വരാൻ പറ്റാത്ത നാച്ചുറൽ കുറേ കളിക്കാർക്ക് അവസരങ്ങൾ എവിടെയും കിട്ടാത്ത പോലെ ഒരു അവസരം വന്നിപ്പോൾ. പക്ഷേ ഇപ്പോഴുള്ള കളിക്കാർ ഒരു ഇത് കഴിഞ്ഞാൽ അവർ കളിക്കുന്നത് ഒരു മാക്സിമം ഒരു 10th കഴിഞ്ഞാൽ അവർ ഇത് മാറുകയാണ്. പിന്നെ അവിടെ അവർ വേറെ റൂട്ടിലേക്ക് പോകുമ്പോൾ. പക്ഷെ നമ്മളവിടെ ഒരു എന്താ സിസ്റ്റമാറ്റിക്കായിട്ട് വരികയാണെങ്കിൽ അക്കാഡമി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ, ഞാൻ ജർമ്മനിയിലപ്പോൾ ഓരോ ഏജിലും ഓരോ ഇതാണ്. 7 വയസ്സ് തൊട്ട് 8 വയസ്സിലൊരു ഗ്രൂപ്പ്, 9, 10 ഒരു ഗ്രൂപ്പ്, 11, 12 വേറെ ഗ്രൂപ്പ്, 13, 14 ഒരു ഗ്രൂപ്പ്, 15, 16 ആകുമ്പോഴേക്കും അവരുടെ മെയിൻ ടീമിൻ്റെ ജൂനിയർ ടീമിലെത്തും. അപ്പോൾ അവർക്ക് സ്റ്റെപ്പ് ഉണ്ട് കയറി പോകാനായിട്ട്. നമ്മളിപ്പോൾ 1ൽ നിന്ന് പഠിക്കുമ്പോൾ 2ലേക്ക് കിടക്കുന്നു, 2ൽ നിന്ന് 3ലേക്ക് കിടക്കുന്നു. അങ്ങനെ ഓരോ സിസ്റ്റത്തിലാണ് അവർ കയറി പോകുന്നത്. നമ്മളവിടെ അങ്ങനെ സിസ്റ്റം കാണുന്നില്ല. നമ്മളവിടെ നിന്ന് ഇപ്പോൾ ഈ അക്കാഡമി ഇങ്ങനെ നിർത്തിയിട്ട് പിന്നെ കാണുന്നത് ISL ആണ്. പണ്ട് നമുക്ക് ഒരുപാട് ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ടൂർണമെൻറ്റുകളും ഉണ്ടായിരുന്നു. അന്ന് മേജർ ടീമുകളാണ് കളിച്ചിരുന്നത്. ഇപ്പോൾ മേജർ ടീമുകളൊന്നും അതിലേക്ക് ഇല്ല, ഇൻവോൾവഡ് അല്ല. കാരണം ഇപ്പോൾ നാഗജിലായാലും ഏത് ടൂർണമെൻറ്റ് നടത്തിയാലും മേജർ ഈ പറഞ്ഞ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ്റെയൊക്കെ ആ സുവർണ്ണ കാലഘട്ടത്തിൽ നിന്ന് അറിയാവുന്ന കളിക്കാരൊക്കെ ഇതായിപ്പോയി. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ നടത്തുമ്പോൾ വെച്ചാൽ അതൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ടൂർണമെൻറ്റൊക്കെ എന്തായി ഐസൊലേറ്റഡ് ആയിപ്പോയി. ഇപ്പോൾ 2-3 ടൂർണമെൻറ്റ് ഫെഡറേഷൻ കപ്പ് തന്നെ ഇമ്പോർട്ടൻസ് ഇല്ല. സന്തോഷ് ട്രോഫിയും അവർ, പക്ഷേ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയൊരു എന്താ പറയുക ഹൈലൈറ്റ് ടൂർണമെൻറ്റ്, നമുക്ക് വേൾഡ് കപ്പ് പോലെ ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞതോടുകൂടി പിന്നെ ടീംസും, അപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീംസ് വളരെ കുറഞ്ഞു, എടുക്കാൻ പറ്റുന്നില്ല, എടുത്തിട്ട് അവർക്ക് കളിക്കാൻ അവസരമില്ല, ടീം എടുക്കുന്നില്ല. അപ്പോൾ പോലീസിൽ മാത്രമാണ് ഇപ്പോൾ കുറച്ച് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇടയ്ക്ക് വിട്ട് ബാങ്കിൽ ഇപ്പോൾ അവർ മറിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല. പിന്നെയുള്ളത് KICB, KSRTC ഇല്ല, ഇപ്പോൾ ടീമില്ല, കെൽട്രോണില്ല. അപ്പോൾ അതോടുകൂടി ഒരു അമേച്ചർ ഫുട്ബോൾ മാറി, ഇപ്പോൾ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് മാറി. പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു കുറച്ച് കാലത്തേക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ, ശാശ്വതമല്ല. അവർ കഴിഞ്ഞ കളി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളീ കാണുന്ന ഇതെല്ലാം ഫുൾ ടൈം മാറും. അപ്പോൾ കളിക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ജോബ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോബ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുത്തിട്ട് പിന്നെ പ്രൊഫഷണൽ കളിക്കാം. ഏത് ജോലി എടുത്തതിന് ശേഷം ജോലിയിൽ നമ്മൾ സെക്യൂർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ കളിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ആ സീനിയോറിറ്റി നഷ്ടപ്പെട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇത് മാക്സിമം ഒരു 20, 25, 30, 32 വയസ്സൊക്കെ മാക്സിമം കളിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള കാലം ജീവിക്കാനേ പാടും. നമുക്ക് ഒരു 70 വയസ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ 30 വർഷം കഴിഞ്ഞാൽ പിന്നെ 40 വർഷം പോകാനാണ്. അപ്പോൾ നമുക്കൊരു, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള ജോലിക്ക് ഞങ്ങൾക്ക് അന്നൊക്കെ ഞങ്ങൾക്ക് വിഷമം തോന്നി. ഞങ്ങളന്ന് ജോലിക്കാണ്, അന്ന് CA ആയിട്ട് നിൽക്കുന്നു, ശമ്പളം കുറവാണ്. പക്ഷേ മറ്റുള്ളവരൊക്കെ ഭയങ്കര പൈസ മേടിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ സർവീസ് ഇങ്ങനെ വന്നപ്പോൾ ഇപ്പം ഞങ്ങളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, എൻജോയ് ചെയ്യുന്നത്. മറ്റവരെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അത് ആ ബിൽഡിംഗ് അത്ര ഒരു ഇത് നിൽക്കില്ല. പിന്നെ നമ്മൾക്കൊക്കെ ഒരു പെൻഷൻ പറ്റിയാലും പിന്നെ ഇതൊക്കെ മേടിച്ച്. അപ്പോൾ അമച്ചർ ഫുട്ബോളാണ് ശരിക്കും മുമ്പുണ്ടായിരുന്നത്, സക്സസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി പ്രൊഫഷണലായിട്ട് മാറി. പക്ഷേ ഇപ്പോൾ ആര് കളിക്കാനും ശരി മാക്സിമം കിട്ടുന്ന എവിടെയാണോ ഫസ്റ്റ് ജോബ് കിട്ടുന്നത്, നല്ല ജോബ് കിട്ടുന്നത്, അപ്പോൾ അവിടെ പോയിട്ട് ജോബ് എടുക്കുക എന്നുള്ളതാണ്. കളിക്കാന്ന് പറഞ്ഞാൽ മാക്സിമം പറയില്ല. ചിലപ്പോൾ 2 കൊല്ലം കഴിയുമ്പോഴേക്കും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിങ്കൻ ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ്. 2 കൊല്ലം ഇഞ്ചുറി ചെയ്യുന്ന പിന്നെ 3ാമത്തെ കൊല്ലം ഡെവലപ്പ് ചെയ്ത് 3 കൊല്ലം പോണത്. അപ്പോൾ ഇതിന് ശരി. അപ്പോൾ മിക്ക ആൾക്കാരും ഇന്ന് ഈസ്റ്റ് ബംഗാളായാലും മോഹൻ ബഗാനായാലും JCTയിലും ഡംബൊക്കെ ഇല്ല. JCTയിലവർക്ക് ജോലി ഉണ്ടായിരുന്നു അന്നൊക്കെ. കുറച്ച് പേര് പ്രൊഫഷണൽ കളിച്ചു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ വിട്ടു പലയിടത്തും പോയി. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തേജേന്ദ്രൊക്കെ ഇപ്പോൾ അമേരിക്കയിലാണ് സെറ്റിൽമെൻറ്റ്.
ബംഗാളികളെന്ന് പറഞ്ഞാൽ ബംഗാൾ ഈസ്റ്റ് ബംഗാളിൽ തന്നെ അവർക്ക് ജോലി ഉണ്ടായിരുന്നു, FCL റെയിൽവേയിലൊക്കെ ജോലി ഉള്ളതുകൊണ്ട് അവരും കുറച്ച് ഇതാണ്. അപ്പോൾ മാക്സിമം പ്രൊഫഷണൽ ഫുട്ബോൾ തന്നെ, പക്ഷേ നമ്മൾ ഒരു ജോബ് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, അത് എടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് കളിക്കുന്നത് നല്ല ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു ലക്കാണ്. നമ്മൾ ചെറുപ്പത്തിലെ വലിയ ആളാവണമെന്ന് ആവശ്യം ചിലപ്പോൾ എത്തിക്കണമെന്നില്ല. ഇതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കില്ല. പോലെ ഞങ്ങളൊക്കെ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് കേട്ടാൽ ഞങ്ങളൊക്കെ ജനിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങളൊന്നും ഫുട്ബോളേഴ്സ് ആയിരുന്നു വരില്ല. കാരണം ഇന്നത്തെ സ്റ്റൈല് വേറെയാണ്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കളിക്കുക, പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഒരു ഇഞ്ചുറി ഒക്കെ വരേണ്ടത് നോക്കുക, അത്രയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. സാറിന് ടൈം ഇത്രയും ബിസി സ്കെഡ്യൂളിൽ നമുക്ക് ടൈം തന്നതിന് താങ്ക് യു വെരി മച്ച്.